എടാ എവിടെ പോയടാ? എന്ത് പറ്റി നിന്റെ കാലിന്? ഞാൻ അമ്മച്ചിനോട് പറയാൻ വിട്ടു. ഞാനൊരു കോഴ്സിന് കയറുന്നു. കോഴ്സാ? എന്ത് കോഴ്സ്? ഈ ഓണസദ്യ ഉണ്ണാനുള്ള കോഴ്സ്. ഓണസദ്യ ഉണ്ണാനും കോഴ്സ് ഉണ്ടാ? അമ്മച്ചിക്ക് ഓണസദ്യ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഉണ്ണാൻ പറ്റുമോ? ഓ, അത് പറ്റില്ല. പായസം ഇലയിലൊഴിച്ച് പപ്പടവും പഴവും ഇല്ലാണ്ട് ഇങ്ങനെ വടിച്ച് ക്ലീൻ ആക്കി കഴിക്കാൻ പറ്റുമോ? പപ്പടം പഴം ഇല്ലാണ്ട് ഒട്ടും പറ്റില്ല. എന്നാ ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. ഞാനവിടെ ഒരു 3 ദിവസം കോഴ്സിന് കയറുന്നു. 2 ദിവസം കൂടി ഉണ്ട്. വയ്യ. എന്തായി ഇവിടുത്തെ ഓണപരിപാടികൾ? എന്തായി? എരിശ്ശേരി വെക്കാൻ രേഷ്മ മത്തം മേടിച്ചോണെന്ന് ഞാനതെടുത്ത് ജ്യൂസ് അടിച്ചു. മത്തങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചെന്നാ? തണ്ണിമത്തം കൊണ്ടുവന്ന ജ്യൂസ് അടിക്കാണ്ട് പിന്നെ എന്തിട്ട് ചെയ്യണേ? നീ ഉണ്ണാനുള്ള കോഴ്സ് കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, വാ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതെ, എനിക്ക് ഒരു ഗ്ലാസ് മതിട്ടാ. എടാ, ഇതിന് ഗ്ലാസ് ഒന്നും വേണ്ട, ഞാൻ തന്നെ ഗ്ലാസ് വെക്കാണ്ടാണ്. പുതിയതായിരിക്കൂല്ലേ? എടാ, ഞാൻ ഏസറിന്റെ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങി. ഓ, അതിനിടയിൽ കൂടി ഏസറിന്റെ ആഡോ? ആടൊക്കെ ആ പിള്ളേര് നേരത്തെ ചെയ്തില്ലേ, നമ്മളെന്താ ആഡ് ചെയ്യാനാ? അല്ല, അപ്പൊ തണ്ണിമത്തൻ ജ്യൂസോ? അതൊക്കെ അപ്പോഴേ കഴിഞ്ഞില്ലേ. എടാ, നീ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. വേണ്ട, ഞാൻ റിഫ്രഷായി. അപ്പൊ ആഡ് ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോവാല്ലേ? അത് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. അമ്മച്ചി, ഹാപ്പി ഓണം. അല്ലെങ്കിൽ അവന് ചായ മതി, ഇന്നിപ്പോ കാപ്പി തന്നെ വേണമെന്ന്. അയ്യോ, ശരിക്ക് കേട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് ഉറക്ക പറയാം. അതല്ല അമ്മച്ചി, ഹാപ്പി ഓണം. എനിക്ക് മനസ്സിലായി, അവിടെ പോയിരിക്കും, കാപ്പി തിളപ്പിച്ചോണ്ട് വരാം. ഈ നീതികൾ എന്തിട്ട് ഉറക്ക പറയാൻ? എടാ, അവിടെ നിന്ന് നിന്നേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ കൊക്കു കുടുംബശ്രീയുടെ പ്രസിഡന്റാണ്. ആണല്ലേ? ഞങ്ങളുടെ ഓണാഘോഷത്തിന് നിങ്ങളുടെ സദ്യ ഏൽപ്പിക്കാന്ന് കരുതി. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വന്നതാണ്. മാഡം, നമ്മുടെ ഓണസദ്യ ഒരു 5-6 വേരിയന്റിലുണ്ട്. വേരിയന്റോ? അയ്യോ, ഞാനേ ഒരു കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചില വാക്കുകൾ ഇങ്ങനെ കയറി വരും. കുഴപ്പമില്ലല്ലോ? അത് കുഴപ്പമൊന്നുമില്ല, സദ്യ നന്നായാ മതി. സദ്യയെ കുറിച്ച് മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട. 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. വാറണ്ടിയോ? അയ്യോ, ഞാൻ വീണ്ടും ഷോറൂമിലോട്ട് പോയി. സദ്യയെ കുറിച്ച് മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പൊ മാഡം, നമ്മുടെ ഓണസദ്യ ആദ്യത്തെ മോഡല് ബേസ് മോഡല്. ബേസ് മോഡലോ? അയ്യോ, ഞാൻ വീണ്ടും ഷോറൂമിലോട്ട് പോയല്ലോ. ഇനി അവിടെ ഷോറൂമിൽ തന്നെ നിന്ന് പറഞ്ഞാൽ മതി. അല്ല മാഡം, ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഫീച്ചേഴ്സോ? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട കറികൾ ഉണ്ടാവും. അച്ചാർ ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും, അവിയലുണ്ടാവും, ഒരു കൂട്ടുകറി ഉണ്ടാവും. അപ്പൊ പപ്പടം പായസം ഇല്ലേ? ഇല്ല മാഡം, ഈ മോഡലിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റോ? പപ്പടം പായസം ഈ മോഡലിൽ വരുന്നില്ല. ഇതിന്റെ തൊട്ടടുത്ത മോഡലിലാണ് പപ്പടം പായസം വരുന്നത്.